തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽതമർ നിയർ അൽ ഷിഫ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ, മുസ്ലിയാരങ്ങാടി, എടക്കര, മുസ്ലിയാരങ്ങാടി, കൊണ്ടോട്ടി. മേലാറ്റൂർ ആർഎംആർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ പ്രവർത്തന പദ്ധതിയായ സ്നേഹാരാമം നാടിന് സമർപ്പിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മേലാറ്റൂർ ആർഎംആർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ പ്രവർത്തന പദ്ധതിയാണ് സ്നേഹാരാമം. മേലാറ്റൂർ ടൗൺ പരിസരത്ത് മാലിന്യം നിറഞ്ഞ സ്ഥലം വൃത്തിയാക്കി പാർക്കിന്റെ മാതൃകയിൽ പൂന്തോട്ടം ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. NSS വാളണ്ടിയർമാരുടെ ഈ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അതിനെ മാറ്റി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇടമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വൈകിട്ടൊന്ന് പുറത്തിറങ്ങിയാൽ ഈ തിരക്കിനിടയിൽ വന്നിരിക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനും, ഇപ്പം നമ്മുടെ തൊട്ടടുത്ത വായനശാലയിൽ നിന്നൊരു ബുക്കൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് അത് വായിക്കാനുള്ള സൗകര്യമൊക്കെ അതിലുണ്ടാവും. നമ്മൾ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതി ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്ന അതിനാണ്. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സായാഹ്നങ്ങൾ ചെലവഴിക്കാനുള്ള സൗകര്യം ആ ഒരു കളിക്കളത്തിൽ നമ്മൾ ഒരുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ്. പുതിയ ഇടങ്ങൾ കണ്ടെത്തി അവിടെ നമ്മുടെ വയോജനങ്ങൾ അടക്കമുള്ളവർക്ക് ഇരിക്കാനും പരസ്പരം കാണാനും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു ഇടം. അതിനപ്പുറം നമ്മളിതിനെ കാണേണ്ടത് കേരളത്തിലെ ഇടങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ മാലിന്യം തള്ളുന്ന ഒരവസ്ഥ ഉണ്ടായ കാര്യം ഞാൻ പറയും. ഇന്ന് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യ മുക്തമാക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സ്നേഹാരാമം രൂപകൽപ്പന ചെയ്ത NP മുഹമ്മദ് ഫാസിലിനെ ചടങ്ങിൽ ആദരിച്ചു. ജനപ്രതിനിധികളായ വി കമലം, ആസീസ് പട്ടിക്കാട്, PP കബീർ, പ്രസന്ന പുളിക്കൽ, വി ശശീന്ദ്രൻ, പ്രധാനാധ്യാപകൻ K സുഗുണപ്രകാശ്, പ്രിൻസിപ്പൽ വി വിനോദ്, സ്കൂൾ മാനേജർ മേലാട്ടു പത്മനാഭൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ MK കവിത, അനൂപ് മാത്യു, MN അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.